الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽ ഫായിസീന ബിറില്ലാഹ്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹുവിന്റെ ഒരു വാചകം ശ്രദ്ധിക്കാം. മനുഷ്യ, നിന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന രണ്ട് വാഹനങ്ങൾക്കിടയിലാണ് നീ ഉള്ളത്. രാത്രി എന്ന വാഹനം നിന്നെ പകലിലേക്ക് കൊണ്ടുപോകുന്നു, പകലെന്ന വാഹനം നിന്നെ രാത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവസാനം അവ രണ്ടും ചേർന്ന് നിന്നെ പരലോകത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നിന്നേക്കാൾ അപകടകരമായ ഒരവസ്ഥയുള്ള മറ്റ് എന്താണുള്ളത്? മഹാന്മാരുടെ ചില വാക്കിൻ്റെ ഗൗരവം ശ്രദ്ധിക്കുന്നുണ്ടോ? അതേ കാലം അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. കാലത്തെ നന്മ കൊണ്ട് നിറയ്ക്കാം, അതേസമയത്ത് തിന്മകളുടെ വിഴുപ്പുപാണ്ഡവുമാക്കി കാലത്തെ മാറ്റാം. വിശ്വാസികൾ ചെയ്യേണ്ടത് ചിന്താപൂർവമാണ്. ഹിജ്റ കലണ്ടർ പ്രകാരം മുഹറം എന്ന പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒട്ടേറെ പഠനങ്ങളും ചിന്തകളും ആസൂത്രണങ്ങളുമായി കഴിഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കി പുതിയതിനെ നന്മയിൽ അധിഷ്ഠിതമാക്കാനുള്ള ഒരു ശ്രമം വേണ്ടേ? വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലെ കാലവും പറയുന്നത് അല്ലേ? പകലും രാത്രിയുമൊക്കെ എടുത്തുകൊണ്ട് പടച്ചതമ്പുരാൻ സൂക്തങ്ങളിൽ സന്ദേശങ്ങൾ നൽകുന്നില്ലേ? വൽ അസ്ർ, കാലത്തെ പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹ് പറഞ്ഞു, നിശ്ചയം മനുഷ്യർക്ക് പരാജയത്തിലും നഷ്ടത്തിലുമാണ്, വിശ്വാസികൾ ഒഴികെ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും ഒഴികെ. പിന്നെ ക്ഷമയും സത്യവുമൊക്കെ മുഖമുദ്രയാക്കി പാരസ്പര്യം തീർത്തവരും ഒഴികെ. ജീവിതത്തിൽ നന്മകളൊക്കെ പ്രവർത്തിച്ചാൽ പിന്നെ അവർ കാലത്തെ മനോഹരമാക്കിയവരായി, ധന്യമാക്കിയതായി എന്നതാണല്ലോ ഖുർആനിൻ്റെ ഈ ഭാഷ്യം. ഇല്ലെങ്കിൽ വരാവുന്ന നഷ്ടം അത് ചെറുതല്ല. അപ്പോൾ കഴിഞ്ഞ പോരായ്മകളൊക്കെ ഒന്ന് വിലയിരുത്തി പുതുവത്സരത്തെ കൂടുതൽ കർമ്മധന്യമാക്കാൻ ചില ആസൂത്രണങ്ങളും പദ്ധതികളും നവചിന്തകളുമൊക്കെ നമുക്ക് വേണം. പുതുവത്സര തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മാഗസിനിലെ ഏതാനും വരികൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ജീവിതത്തിൽ മികവ് നേടാനായി പരിശീലിക്കേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണ മുന്നൊരുക്കത്തോടെയാകണം. വിഷയങ്ങളിൽ ആരോഗ്യകരവും ക്രിയാത്മകമായ നിലപാടുകൾ സ്വീകരിക്കണം. ആത്മസംയമനം പാലിക്കണം. നല്ലതിനു വേണ്ടി പ്രവർത്തനം ചെയ്യുക. സർവകാര്യങ്ങളിലും മിതത്വം പാലിക്കുകയാണ് വേണ്ടത്. സദാചാര നിയമങ്ങൾ സമ്പൂർണമായി അനുസരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. സത്യത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമാകണം. കുടുംബജീവിതം സുഖകരവും സമാധാനപൂർവവുമാക്കുക. ഏറ്റവും നല്ല ആശയങ്ങൾ സ്വീകരിക്കുകയും നല്ല മാറ്റങ്ങൾ സന്ദർഭോചിതം സ്വീകരിക്കുകയും വേണം. സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്താൻ സർവപ്രവർത്തനങ്ങളിലും തികഞ്ഞ ആത്മാർത്ഥത കാണിക്കണം. ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള മാർഗം നല്ലതാക്കുക. നല്ല മാർഗങ്ങളാകണം. വ്യക്തിത്വം ആകർഷണീയമാകണം. പൈതൃകത്തിൻ്റെ തനിമ നിലനിർത്തി ജീവിക്കുകയും പെരുമാറ്റം വളരെ ഹൃദയമാക്കുകയും നല്ല ശൈലി സ്വീകരിക്കുകയും ചെയ്യുക. പ്രതിസന്ധികളിൽ പതറാതെ ആർജവത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളിലും വിജയം വരെ പ്രവർത്തിക്കണം. നല്ല ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുക. മഹത് വ്യക്തികളെ മാതൃകയാക്കി ജീവിക്കാൻ ശ്രമിക്കണം. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ അടിപതറാതെ മുന്നേറുന്ന ശുഭവിശ്വാസമാണ് വേണ്ടത്. കാര്യങ്ങൾ ശ്രദ്ധയോടെ വിശകലനം ചെയ്യാൻ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ജീവിതത്തിനു സാമ്പത്തിക ബഡ്ജറ്റും തയ്യാറാക്കണം. വരവുകൾക്കനുസരിച്ച് ചിലവുകൾ നിയന്ത്രിക്കുക. കടബാധയൊന്നും ഇല്ലാതെ ജീവിതം സമ്പന്നമാക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. ഇപ്പോൾ സാമ്പത്തിക ബഡ്ജറ്റ് ശ്രദ്ധിക്കണം എന്നാണല്ലോ. ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക.
മൂല്യമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ് വേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം, അതിനെ അനുകൂലമാക്കിയെടുക്കുക. പ്രോത്സാഹനങ്ങൾ പതിവാക്കുക. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. നല്ലത് ചെയ്താൽ മറ്റുള്ളവരെ ശംസിക്കുക, അംഗീകരിക്കുക. ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. വികാരത്തേക്കാൾ വിചാരത്തിനും പ്രാധാന്യം നൽകണം. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. വിജയിച്ച പ്രമുഖന്മാരെയൊക്കെ മാതൃകയാക്കുക. വേഷത്തിൽ മാന്യത പുലർത്തുക. ജീവിതത്തിൽ അച്ചടക്കം കാത്തു സൂക്ഷിക്കുക. സാമ്പത്തിക ആസൂത്രണത്തിലൊക്കെ ശ്രദ്ധിച്ച് മനസ്സമാധാനം നേടിയെടുക്കുക. മറ്റുള്ളവരുടെ ദുരിതങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനും ശ്രമിക്കണം. അത്യാഗ്രഹം അലച്ച അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. മനസ്സും ശരീരവുമായ പൂർണ്ണത നേടിയെടുക്കണം. കോപത്തെ നിയന്ത്രിക്കണം. മനസ്സിനെയും നിയന്ത്രിക്കണം. ദുർവ്യങ്ങൾ ഒഴിവാക്കുക. മനസ്സിലെ മാലിന്യങ്ങൾ നീക്കുക. വിജയത്തിൻ്റെ പാത തിരിച്ചറിയുക. സമ്പന്നവും ശരിയായതുമായ മനോഭാവം പുലർത്തുക. അതേപോലെ മറ്റ് പ്രേരണയ്ക്ക് കൂടാതെ പ്രവർത്തിക്കാൻ തയ്യാറാകണം. ശരിയായ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനൊക്കെ ശ്രദ്ധിക്കണം. ലക്ഷ്യബോധത്തോടെയാകണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വ്യക്തിപരമായ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കണം. സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഇതനുസരിച്ചുള്ള കർമ്മ പദ്ധതികളൊക്കെ രൂപീകരിച്ച് ദീർഘകാല നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ഊർജ്ജസ്വലതയോടെ സേവനങ്ങളിലൊക്കെ മുഴുകണം. മാന്യതയോടെ പെരുമാറുക. യുക്തമായ തീരുമാനങ്ങളെടുക്കുക. ചിന്തകളെ ശരിയായ വിധത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. രോഗങ്ങളൊക്കെ വരുമ്പോൾ സമചിത്തതയോടെ അതിനെ നേരിടുകയാണ് വേണ്ടത്. അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കണം. മാറ്റങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുക. നിരന്തര പരിശ്രമത്തിലൂടെ ആരോഗ്യമുള്ള ശരീരം, സ്വസ്ഥമായ മനസ്സ്, സ്ഥിരമായ ബുദ്ധി എന്നിവ നേടിയെടുക്കണം. മഹത്തുക്കളെ സ്നേഹിക്കണം. ഇങ്ങനെ തുടങ്ങി സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ ലേഖനം വല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. കുടുംബ സാഹചര്യങ്ങൾ നോക്കണം. മാതാപിതാക്കളെ അംഗീകരിക്കണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള നേട്ടങ്ങളും ഗുണങ്ങളും മക്കളെ കൂടുതൽ സ്നേഹിച്ച് അവരെ സഹായിച്ചും അവർക്കുള്ള സമ്മാനമായി മാതാപിതാക്കൾ മാറുകയാണ് വേണ്ടത്. കുട്ടികളുടെ നല്ല സ്വഭാവങ്ങൾ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. കൂട്ടത്തിൽ ഭാര്യമാരോട് പുലർത്തേണ്ട സ്നേഹവും ഭാര്യമാർ തിരിച്ചു നൽകേണ്ട ആദരവും ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വരാനിരിക്കുന്ന ദിവസങ്ങൾ, യാമങ്ങൾ, സമയങ്ങൾ എങ്ങനെ അത് മനോഹരമാക്കിയെടുക്കാം എന്നതാണ്. ഒപ്പം വിദ്യാർത്ഥികൾ പഠന താല്പര്യം അവർ വർദ്ധിപ്പിക്കുക. കൃത്യനിഷ്ഠ, ലക്ഷ്യബോധം, വളരെ വിജ്ഞാനതൃഷ്ഠ, കാര്യക്ഷമത, ആത്മവിശ്വാസം, ശുഭപ്രതീക്ഷ, അർപ്പണബോധം, ആത്മനിയന്ത്രണം, ആത്മപരിശോധന തുടങ്ങിയ തനിക്ക് വേണ്ട ഗുണങ്ങളൊക്കെ നിലനിർത്തി വിദ്യാർത്ഥി യുവത മുന്നോട്ട് വരേണ്ടതും ഉണ്ട്. അതെ, ഒരു പുതുവർഷമാകുമ്പോൾ ഒട്ടേറെ തയ്യാറെടുപ്പുകൾ എല്ലാവരും ശീലിക്കണം. ആസൂത്രണങ്ങൾ വേണം, പ്ലാനിങ് വേണം, കാര്യബോധം വേണം. ജീവിതം നമുക്കൊന്നും മാറ്റിവെക്കാനില്ല. ഓരോ നിമിഷവും മഹാന്മാർ സൂചിപ്പിച്ചതുപോലെ, ഖുർആനും ഹദീസും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വിലപ്പെട്ടതാണ്. വിശിഷ്യ സാമൂഹ്യ ബോധം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജൂൺ 19 പിതൃദിനം ആചരിച്ചത്. പിതാവിനെ അംഗീകരിക്കുക, മാതാവിനെ അംഗീകരിക്കുക. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചപ്പോൾ പിതാവിനെയും അത് മാറ്റിവെക്കേണ്ടതല്ലോ, പിതാവിനെയും വിഷമിപ്പിക്കേണ്ടതല്ലോ. ഹദീസിൽ ഒക്കെ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്ന ചില ദുർഘടകരമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ വഖ ഉമ്മഹു വദന സദീഖഹു വഖസാബ, മാതാവിനെ ഉറപ്പിക്കുന്നു, സുഹൃത്തിനോട് അടുപ്പം പുലർത്തുന്നു, വാപ്പയെ അകറ്റുന്നു.
ഇല്ല. എല്ലാ നിലയ്ക്കും പിതൃതൻ കടന്നുപോയി കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ബന്ധങ്ങളൊക്കെ സുദക്തമാക്കി ജീവിതത്തെ ധന്യമാക്കണം. ഒപ്പോഴും ഇപ്പോൾ തിന്മകളുടെ വ്യാപനം വല്ലാതെ ചർച്ചയാണ്. പ്രത്യേകിച്ച് ലഹരിയുടെ ആശങ്ക. സർക്കാർ തുഫാൻ എന്ന പദ്ധതിയുമായി കൊണ്ടുവരുമ്പോൾ ഇസ്ലാം ഈ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ, വിജയകരമായ അവസ്ഥയുമൊക്കെ നാം പഠിച്ച് മറ്റുള്ളവരെയും ഉത്ബോധനം നടത്തി ലഹരിക്കെതിരിൽ അതിശക്തമായ ഒരു പോരാട്ടം തന്നെ ആവശ്യമാണ്. അതെ, മദ്യത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? ഹദീസ് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് എത്രയോ വലുതാണ്. എല്ലാ നാശങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്നാണ് മദ്യത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. ചരിത്രത്തിൽ നാം കേട്ടില്ലേ, സാത്വികനായ സൂഫിയായ ഒരു മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടത്. ഒരു സ്ത്രീ വീട്ടിലേക്ക് ക്ഷണിച്ചു, വാതിലടച്ചു. എന്നെ പ്രാപിക്കണം, ലൈംഗികമായി ബന്ധപ്പെടുന്ന സ്ത്രീ പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഒരു കുട്ടിയുണ്ട്, അതിനെ കൊന്നുകളയും, അല്ലെങ്കിൽ മദ്യം കഴിക്കണം. സൂഫി വിചാരിച്ചപ്പോൾ ഒരു സ്ത്രീയെ വ്യഭിചരിക്കാൻ പറ്റില്ല, ഒരാളെ കൊല്ലൽ അതും പറ്റില്ല. എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം മദ്യം കഴിക്കാൻ തീരുമാനിച്ചു. ആ മദ്യം കഴിച്ചതോടെ പിന്നെ ലൈംഗിക ബന്ധവും നടന്നു, കൊലപാതകവും നടന്നു എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ അത്ര ഭീകരമായ ലഹരി ഇവിടെ നമ്മുടെ രാജ്യത്ത് വല്ലാതെ തിമിർത്താടുകയാണ്. മദ്യമാഫിയകൾ സജീവമാകുന്നു. സർക്കാർ പുതിയ പദ്ധതിയുമായിട്ട് വന്നെങ്കിൽ മതപണ്ഡിതന്മാരും മഹല്ല് ഭാരവാഹികളും ജനപ്രതിനിധികളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ഈ അതിശക്തമായ നാശത്തിനെതിരെ, തിന്മയ്ക്കെതിരിൽ പോരാടി നമ്മുടെ സമൂഹത്തെ നിർമാർഗത്തിലേക്ക് നയിച്ച് സമാധാനപരമായ ഒരു അന്തരീക്ഷം വരുത്താൻ പരമാവധി ശ്രമിക്കുക. സജീവമായി കൊണ്ടിരിക്കുന്ന ഈ തിന്മകളെ, മദ്യ സാഹചര്യങ്ങളെ തൂഫാനാക്കി നമ്മുടെ രാജ്യത്തെ ശുദ്ധീകരിച്ച് എടുക്കേണ്ടതുണ്ട്. ഇന്നിൻ്റെ താസുആഇൻ്റെ, നാളെയുടെ ആശുറാഇൻ്റെയും ധന്യതയിൽ ജഗന്യന്താവായ അള്ളാഹുവിനോട് നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ രാജ്യത്ത് നല്ല അവസ്ഥ വരാൻ, നമുക്കൊക്കെ നല്ലവരായി തീരാൻ ഉള്ളൂരിൽ ദുആ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.